ഞാൻ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോഹൻലാൽ. ലാലും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കുകയും ചെയ്യും. വിളിച്ചാൽ മാത്രം മതി എന്നാൽ അത്രയും വില്ലേട്ടൻ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ഈ ലാൽ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ, കാണുകയും കൂടി ചെയ്യണ്ട. എനിക്ക് എന്തെങ്കിലും ആയാൽ മോഹൻലാൽ നമ്മളെ കുടുംബം നോക്കുന്നു. ഇന്നും എനിക്ക് സംസാരിക്കുമ്പോൾ ആ ദേഷ്യം വരുന്നുണ്ട്. ഫുൾ ചന്ദനമാണ്. ഇന്നും ലാലിന്റെ വീട്ടിൽ ആ പ്രതിമയുണ്ട്. എന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, അയ്യോ ഇനി നിങ്ങൾ കേരളത്തിലേക്ക് പോകണ്ട കേട്ടോ, നിങ്ങൾ പോയ അയാൾ ആളെ വെച്ച് നിങ്ങളെ കൊല്ലും. സഹായിക്കുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. മറ്റൊരു മുഖമാണ് ചേച്ചി പറഞ്ഞത്. അല്ല, അത് മാറിപ്പോയതാ. ലാല് മാറിപ്പോയത്. വില്ലേട്ടൻ ഹിറ്റാക്കിയ പടങ്ങള്, വില്ലേട്ടൻ താരമാക്കിയ താരങ്ങള്, അവർക്ക് നന്ദിപൂർവ്വം ഓർക്കാറുണ്ടോ ഇതൊക്കെ? എന്നെ പുറത്ത് ഒരു ചില സംഭവങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. അത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റൂല. കാരണം അവരെന്നോട് പിണങ്ങിയാലേ എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ അവരെ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ എന്നെ വില്ലേട്ടൻ മരിച്ച സമയത്ത് എന്നെ ജീവിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വെറും സീറോ ആയത്. വില്ലേട്ടൻ മരിച്ച സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് സീറോ. 4 മക്കള്. ഈ എന്റെ സ്വന്തക്കാരും ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു. ലാലുമായിട്ട് ലാലോ മദ്രാസ് എന്ന് പറഞ്ഞ പടത്തിലാണ് ലാലിനെ കൊണ്ടുവരുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ അടുത്ത പടമാണ് ഞങ്ങളുടെ പടം. ഹലോ മദ്രാസ്. ആ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് മൂപ്പർ എന്ത് ചെയ്തു, ഒരു ദിവസം ലാലിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ലാലിന് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ റെഗുലറായിട്ട് ലാലിൻ്റെ വെച്ചിട്ട് 3 പടം എടുത്തു. ഈ 3 പടം എടുക്കുമ്പോഴും ലാൽ എപ്പോഴും വീട്ടിൽ വരും, ഫുഡ് കഴിക്കും, നേരെ അടുക്കളയിൽ പോകും. അമ്മയുടെ അടുത്തൊക്കെ പോയി നല്ല സ്വാതന്ത്ര്യമാണ്. ഞങ്ങളെ വീട്ടിൽ ഒരു അനിയനെ പോലെയാണ്. ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെയിം മോഹൻലാൽ, ഞാൻ ഇളയ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് നിറമാസം, വയറ് 9 months, എപ്പോൾ വേണമെങ്കിൽ ഡെലിവറി ആവുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ വില്ലേട്ടൻ എന്നോട് പറഞ്ഞു, ലാലിന് കുറച്ച് കാശ് കൊടുക്കണം, ഒരു 60,000 രൂപ കൊടുക്കാനുണ്ട്, അത് ഇന്ന് ഷൂട്ടിങ് കഴിയപ്പോഴത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും സെറ്റിൽ ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, വേറെ ആരുടെ നമ്മൾ പോയി കാശ് വയ്ക്കുക, എൻ്റെ ജ്വല്ലറിയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ലാലിന് ഞാൻ തന്നെ പോയിട്ട് പ്രസാദ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ കാശ് കൊണ്ടുപോയി ലാലിന് കൊടുത്തപ്പോൾ ലാൽ ചോദിച്ചു, ചേച്ചി എന്താ ഇത്രയും വയ്യാതെ എന്തിനാ വരുന്നത്, വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തൂടെ പറഞ്ഞു. ഞാൻ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ലാല്. ഒരു എന്താ പറയുക, ഒരു ബ്രദർലി അഫെക്ഷൻ എന്നോട് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലേട്ടൻ ബട്ടർഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ മൈസൂർ പോകുന്ന സമയത്ത് വില്ലേട്ടൻ പറയായിരുന്നു, ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് ഇങ്ങനെ ബീഡി വലിച്ചോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, വില്ലേട്ടാ നിങ്ങൾ എന്തിനാ ഇനിയും ഇത്രയും ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, എനിക്കിതില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഉണ്ട് ലാല് അപ്പുറത്ത് വന്നപ്പോൾ നിങ്ങളെങ്കിലും കുറച്ച് പറഞ്ഞുകൂടെ മോനെ അവരോട്. പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ടേ ചേച്ചി, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ എന്ന സമയത്ത് വില്ലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ആയാൽ മോഹൻലാൽ നമ്മളെ കുടുംബം നോക്കുന്നു. അതെ, മോഹൻലാൽ നമ്മളെ കുടുംബം നോക്കും, നീ പേടിക്കണ്ട, എന്നെ കുറിച്ച് ഞാൻ മരിച്ചു പോകുമോ നീ പേടിക്കുന്നുണ്ടോ, നന്നാവില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം വില്ലേട്ടൻ കുറേ കാലം കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കാറ് പോയി, വീട് പോയി, എല്ലാ പ്രോപ്പർട്ടീസും പോയി. ഇന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താ വെച്ചാൽ 120 കോടിയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ. എൻ്റെ അച്ഛൻ എനിക്കായിട്ട് തന്ന സ്വത്ത് എല്ലാം പോയി. വില്ലേട്ടൻ ഒരാളെ വിശ്വസിച്ച് എല്ലാം പടം എടുത്ത് പോയി. ഒരാള് പറ്റിച്ചതാ വില്ലേട്ടന്. മോഹൻലാല് അതിനുശേഷം മോഹൻലാൽ ആരും വന്നില്ല. വില്ലേട്ടൻ വയ്യാതെ ആയപ്പോന്നും ഈ മോഹൻലാലോ ആരും വന്നില്ല. സുരേഷ് ഗോപി വന്ന് കണ്ടു, വില്ലേട്ടനെ വന്ന് കണ്ടിട്ട് കാശ് എന്തോ കൊടുത്തിട്ട് പോയി. സുരേഷ് ഗോപി മാത്രമേ വന്നുള്ളൂ. പിന്നെ മണി ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് അവരെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ രജനി സാർ വിവരം അറിഞ്ഞിട്ട് രജനി സാർ കുറച്ച് ക്യാഷ് കൊടുത്തയച്ചു. പിന്നെ ഞാൻ അഭിനയം തുടങ്ങി. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ നീ അഭിനയിക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയില്ല എന്നില്ല, നമ്മൾ ആരെയും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എൻ്റെ എക്സ്പെക്ടേഷൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു. വില്ലേട്ടൻ മരിച്ച സമയത്ത്
ഇത്രയും ലാല് 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 എന്ന് പറഞ്ഞ് നടന്ന ഒരു മനുഷ്യനെ ഈ ലാല് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ, കാണുകയും കൂടി ചെയ്യണ്ട. വില്ലേട്ടൻ അത്ര ഇഷ്ടമായിരുന്നു. അറ്റ്ലീസ്റ്റ് അപ്പൊ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞു. ഒരു കോൾ ചെയ്തിട്ട് വില്ലേട്ടന് ഞാൻ ഒരു മൊബൈലും വാങ്ങിച്ചു കൊടുത്തു. അത്യാവശ്യം സംസാരിച്ചോ വില്ലേട്ടാന്ന് പറഞ്ഞിട്ട് ഫോണും ഉണ്ട് കയ്യില്. ഒറ്റ മനുഷ്യര് വിളിച്ചിട്ടില്ല മലയാള ഇൻഡസ്ട്രിയിൽ. എന്തൊരു അന്യായം കാണിച്ചു. അപ്പോ എത്ര ഒരു വിഷമം ഉണ്ടാവും. ബാധ്യതയാവും വിചാരിച്ച് വിളിക്കാതെയായിരിക്കും. ബാധ്യത നമ്മൾ ആർക്കും ബാധ്യത കൊടുക്കാൻ പോകുന്നില്ല. അതെന്തായിരിക്കും ചേച്ചി മോഹൻലാൽ വിളിക്കാതെ? അത് എനിക്ക് എന്താന്ന് ഒരു പിടിയില്ല. ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് പടം ചേച്ചി 60,000 രൂപ കൊണ്ട് കൊടുത്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്രത്തോളം എല്ലാം കൊണ്ടുപോയി കൊടുത്തു, എല്ലാം ചെയ്തു. അതിനുശേഷം എനിക്ക് വില്ലേട്ടൻ മരിച്ചപ്പോ ഒരു കോള് പോലും ചെയ്തില്ല. മലയാള സിനിമ ആരും വിളിച്ചില്ല. ചലച്ചിത്ര പരിഷത്തിന് വിളിച്ചിരുന്നു, ക്യാമറാമാൻ അസോസിയേഷന് വിളിച്ചിരുന്നു. അതിനുശേഷം ഇത്രയും നാളെ ഈ നിമിഷം വരെ മോഹൻലാൽ വിളിച്ചിട്ടേ ഇല്ല. ഈ നിമിഷം വരെ അയാൾ എന്നെ വിളിച്ചിട്ടില്ല. കാരണം ഇടയിൽ ഞാൻ തമിഴിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു മോഹൻലാലെ പറ്റി. കാരണം ഞാനൊരു സ്ത്രീയാണ്, ആളുടെ ഭാര്യയാണ്. അപ്പൊ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. കണ്ണിപ്പോ തന്നെ നിറയുന്നുണ്ട്. അങ്ങേര് എന്റെ ഭർത്താവാണ്, അങ്ങേര് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഈസ് മൈ ഹസ്ബൻഡ്. എനിക്ക് തന്നെ വിഷമം വരുന്നു. അത്രത്തോളം സ്നേഹിച്ച ഒരാള് ഒരു ഫോണ്, അറ്റ്ലീസ്റ്റ് ഒരു ഫോണ് എല്ലാം എടുത്തു പോയതെന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോഹൻലാല്. ലാലും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കുകയും ചെയ്യും, വിളിച്ചാൽ മാത്രം മതി എന്നാൽ അത്രയും വില്ലേട്ടൻ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ജീവിച്ചിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെവി മോഹൻലാൽ നമ്മുടെ കുടുംബം നോക്കുന്നു. പക്ഷെ ഈ വ്യക്തി ഒരു ഫോണ് പോലും ചെയ്തിട്ടില്ല. കോമഡി എന്താ വെച്ചാല്, ഞാന് എറണാകുളം പോയിട്ട് എറണാകുളത്ത് തൊടുപുഴയിലേക്ക് പോവാ. അപ്പോ രാവിലത്തെ ഫ്ലൈറ്റാണ്, 4:30 മണിക്കത്തെ ഫ്ലൈറ്റാണ്. അപ്പം ഞാൻ യൂഷ്വലി രാത്രി എൻ്റെ മോള് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും എയർപോർട്ടിലെ സ്റ്റാഫ്സ് ഒക്കെ എനിക്ക് വളരെ നല്ല അറിയുന്ന ആൾക്കാരാണ് മൊത്തം. എപ്പോഴും റെഗുലറായി പോകുന്നുണ്ട്. എൻ്റെ ലഗേജൊക്കെ അവരെന്നെ കൊണ്ടുപോയിട്ട് ബാഗിലിടും. എൻ്റെ ടിക്കറ്റ് കൺഫേം ചെയ്ത് തരും എനിക്ക്. ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി. ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്, ക്രൂസാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് പോയി എല്ലാം ക്ലിയർ ആയിട്ട് ഗേറ്റ് നമ്പർ 3 പോവാം. അപ്പോൾ കനിഷ്ക എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, മൂപ്പറുണ്ടായിരുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് എന്നെ കടന്നാൽ പോയത്. എന്നെ കാണുകയും ചെയ്തു. എന്നെ കാണുകയും ചെയ്ത് ഞാൻ ആ മൂപ്പറെ കണ്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറയിൽ പോയി. ഞാൻ ഒരു സ്ഥലത്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് യൂഷ്വലാ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ലാസ്റ്റിലാണ് പോവാം. എന്താ പറയുക, ഈ പാസഞ്ചേഴ്സ് പെട്ടെന്ന് പോകും, ബാഗേജ് വെക്കും, നമ്മൾ അതിനിടയ്ക്ക് പോയിട്ട് നിൽക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. അല്ലാന്ന് വെച്ചാൽ ലാസ്റ്റ് പാസഞ്ചറായിട്ടാണ് ഞാൻ കയറുക ഫ്ലൈറ്റിൽ. ഞാൻ കയറിയപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നു എൻ്റെ 3rd റോ. എന്നിട്ട് നോക്കിയില്ല, കണ്ടു. ആദ്യം കയറിയിരുന്ന് ഞാൻ ലാസ്റ്റിൽ കയറി പോകുന്നതും കണ്ടു. അപ്പോൾ എനിക്ക് ഇയാൾ ജയിച്ചായിട്ട് തട്ടിപ്പോയി. ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഹായ് ഇങ്ങനെ ഒരു, അതായത് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നും മിണ്ടിയില്ല. എൻ്റെ ക്യാബിനിലുണ്ടായിരുന്ന സാധനമൊക്കെ എടുത്ത് കയ്യിൽ മാറ്റിയിട്ട് ഇറങ്ങി ആ പടിക്കത്ത് സ്റ്റെപ്സ് ഇറങ്ങി പൊട്ടിച്ച ഒരു ഓട്ടം മൂപ്പർ. ഈ ബാഗ് എടുത്ത് ഓടണ്. ഞാനല്ലേ ഇയാൾക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കല്ല, അയ്യോ മോഹൻലാലിൻ്റെ ആരെങ്കിലും മരിച്ചുപോയോ, എന്താ മോഹൻലാൽ ഓടണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുമില്ല, ഞാൻ തന്നെ ചിരിച്ചിട്ട് പോയി. ഞാനങ്ങനെ കാറ് വന്നു, ഞാൻ കയറി, അവളും പോയി. കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഇത്രയും വലിയ ഒരു ജയജാണ്ടിക്ക് ആള്. ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചോണ്ട് ഞാൻ എൻ്റെ പാട്ടിന് കാറി കയറി പോയി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എയർപോർട്ടിൽ കണ്ട ചേച്ചി സുഖമാണോ, അത്രേ ഉള്ളൂ, അവിടെ തീരുന്ന വിഷയം. ഇത് ഒറ്റ വാക്കേ ചോദിക്കാണല്ലോ, അത് കടന്ന് നീ ഒന്നുമേ എനിക്ക് ചെയ്യണ്ട, ഒന്നുമില്ല. ഇവിടെ ഇന്റർവ്യൂ വന്ന സമയത്ത് കേരളത്തിൽ മൊത്തം ഈ ഇന്റർവ്യൂ ഭയങ്കര ഫേമസ് ആയി.
തമിഴിലെ ഈ തമിഴ് ഇന്റർവ്യൂ മലയാളത്തിൽ ഇതും ഫേമസ് ആവും. ഈ ഇപ്പൊ പറയുന്നത് ലാലേട്ടന്റെ ചെവിയിലെത്തും. കംപ്ലീറ്റ് ഫേമസ് ആയി. അപ്പൊ എന്നെ എല്ലാരും വിളിച്ചു പറഞ്ഞു, അയ്യോ ഇനി നിങ്ങൾ കേരളത്തിലേക്ക് പോണ്ട കേട്ടോ, നിങ്ങൾ പോയ അയാൾ ആളെ വെച്ച് നിങ്ങളെ കൊല്ലും. ഞാൻ പറഞ്ഞു, ആരും എന്നെ കൊല്ലാൻ, എന്നെ ആരും കൊല്ലാൻ പറ്റില്ല. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തെന്ന് വെച്ചാൽ എന്നെ കൊല്ലണമെന്ന് ആവശ്യമില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വശം അറിയുന്നത്. ശരിക്കും പറഞ്ഞ മോഹൻലാലിനെ എല്ലാവരും ചിരിക്കുന്നു, കളിക്കുന്നു, തോളെ തേടുന്നു, ഒരുപാട് സഹായിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. മറ്റൊരു മുഖമാണ് ചേച്ചി പറഞ്ഞത്. അല്ല, അത് മാറിപ്പോയതാ. ലാല് മാറിപ്പോയതാ. ലാല് മാറിപ്പോയതാ. കാരണം ഞാൻ കാണുന്ന ലാലും പിന്നീട് വലിയ ഹീറോ, സൂപ്പർ സ്റ്റാറായ ഹീറോ ആയതിനു ശേഷം കാണുന്ന ലാലിനും എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. പണ്ടത്തെ ലാലല്ല ഇത്. പണ്ടത്തെ ലാല് കുട്ടികളുടെ സ്വഭാവം. വീട്ടിൽ വന്ന് മീൻ കഴിച്ച ആളല്ല. വളരെ നല്ലൊരു സ്വഭാവിയാണ്. വീട്ടിൽ വന്ന ഒരു വ്യത്യാസമില്ലാതെ നമ്മളടുത്തൊക്കെ സംസാരിക്കും, ചിരിക്കും, എന്ത് കാര്യങ്ങൾ പറയൂ, എല്ലാം ഫുഡ് കൊണ്ടുപോകാൻ എല്ലാത്തിനും ഒരു നല്ലൊരു ഇതാണ്. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പടങ്ങളൊക്കെ വന്ന് വലിയ ഫേമസ് ആയതിനു ശേഷം ലാലിന്റെ സ്വഭാവം മാറി. ഫുൾ ചന്ദനമാണ്. ഇന്ന് ലാലിന്റെ വീട്ടിൽ ആ പ്രതിമയുണ്ട്. ആ കൃഷ്ണന്റെ ഇത് പശുവായിട്ട് പുല്ലാങ്കുഴലിൽ ഊതുന്ന പോലെ. അത് വില്ലേട്ടൻ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തോ പോയി മൂപ്പർ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. ലക്ഷങ്ങളായ ഈ കൃഷ്ണനെ കൊണ്ടുപോയിട്ട് അവര് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ ഒരു പന്ന AC കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിലിറക്കി. ആ AC കൊണ്ടുവന്നത് 10 ദിവസം കൂടി ഓടിയിട്ടില്ല. അത് അങ്ങനെ തന്നെ പറഞ്ഞു. അവര് പറഞ്ഞു, മാ இந்த AC ആരെങ്കിലും യൂസ് ചെയ്യോ, ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ഇത് കൊച്ചുങ്ങളെ വെച്ചോണ്ട് നിങ്ങൾ എന്താ കാണിക്കണേ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ AC ഊരിയിട്ട് അവൻ തന്നെ കൊണ്ട് വിറ്റിട്ട് അതിന് കിട്ടിയത് 2000 രൂപ. ലക്ഷങ്ങൾ രൂപയുടെ കൃഷ്ണൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അവരോട് ചോദിച്ചിട്ടുമില്ല, നമുക്കത് വേണ്ട. കൃഷ്ണൻ എവിടെ പോണോ അവിടെ അവർ പോവുള്ളൂ. അതല്ലാണ്ട് നമ്മളടുത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹമില്ല. ഇന്ന് എൻ്റെ വീട് മൊത്തം കൃഷ്ണനാണ്. എൻ്റെ വീട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ കൃഷ്ണൻ ഉണ്ടാവും. അതൊക്കെ എന്തിനങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സ് ഇതാണ്. അപ്പൊ ഇത്രയും ചെയ്ത ഒരു മനുഷ്യന് മരിച്ചപ്പോ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു വേദന എനിക്ക് കുറെ ഉണ്ടായി. ഇന്നും എനിക്ക് സംസാരിക്കുമ്പോൾ ആ ദേഷ്യം വരുന്നുണ്ട്.